ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് നാം അല്പസമയം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിന്റെ വചനം ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം 17 വാക്യമാണ്. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. അതെ, ഇയ്യോബ് എന്ന് പറയുന്ന ആ മനുഷ്യൻ വൃദ്ധനും കാലസമ്പൂർണനുമായിട്ട് മരിച്ചു. ഒരു മനുഷ്യൻ വൃദ്ധനായിട്ട് മരിക്കുന്നതും കാലസമ്പൂർണനായിട്ട് മരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാലസമ്പൂർണനായിട്ട് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്വബോധത്തോടും കൂടി എല്ലാം ഈ ഭൂമിയിൽ വെച്ച് നന്മയോടുകൂടി അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യതയോടുകൂടി ശരീരം വിട്ടുപോകുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് കാലസമ്പൂർണനായിട്ട് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മരണം സംഭവിക്കുമ്പോൾ ശാന്തമായ മനസ്സോടുകൂടി ഒരു ഭയമില്ലാതെ വളരെ സ്വബോധത്തോടുകൂടി മരിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് കാലസമ്പൂർണതയോടുകൂടിയുള്ള മരണം എന്ന് പറയുന്നത്. ഇയ്യോബിനെ സംബന്ധിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇയ്യോബിനെ കുറിച്ച് ഇയ്യോബിന്റെ പുസ്തകത്തിൽ പ്രാരംഭമായ അധ്യായത്തിൽ പറയുന്നത്, ഊസ് എന്ന ദേശത്ത് ഇയ്യോബ് എന്ന പേരിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. വളരെ നല്ല ക്വാളിറ്റിയുള്ള ഈ മനുഷ്യന് ജീവിതത്തിൽ ഒരു കഷ്ടകാലം നേരിടുവാനിടയായിട്ട് തീർന്നു. ചില ദിവസങ്ങൾ കൊണ്ട് തൻ്റെ സമ്പത്തുകളെല്ലാം നഷ്ടപ്പെടുവാനിടയായിട്ട് തീർന്നു. തൻ്റെ മക്കളെല്ലാം മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏത് മനുഷ്യനും തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. തനിക്കുള്ള എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. ഒരു നല്ല പൊസിഷനിൽ നിൽക്കുമ്പോൾ ആ ദേശത്തെ ഒരു നല്ല ഒരു ധനവാനായിട്ട് കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുവാനായിട്ട് ഇയ്യോബിന്റെ അടുക്കലായിരുന്നു ആളുകൾ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ധനവാനും നീതിമാനുമായിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. തൻ്റെ മക്കള് മരിച്ചു പോകുന്നു. 10 മക്കളാണ് ഉണ്ടായിരുന്നത്, 7 ആൺമക്കളും 3 പെൺമക്കളും. 10 മക്കളും മരിച്ചു പോകുന്നു. തനിക്കുള്ള സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ആ മനുഷ്യൻ പറയുന്ന ഒരു വാക്കാണ് ഇയ്യോബിന്റെ പുസ്തകം. നമ്മളതിൻ്റെ 1-ാം അധ്യായത്തിന്റെ തന്നെ 20-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ, അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രയും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടും അദ്ദേഹം പറയുന്ന വാക്ക്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും തനിക്ക് വലിയ രോഗത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. തൻ്റെ ഭാര്യ തന്നെ പുച്ഛിച്ച് പരിഹസിച്ച് നിസ്സാരനെണ്ണി നീ തൂങ്ങിച്ചാവാനായിട്ട് പറഞ്ഞു. നീ തൂങ്ങിച്ചാവാനല്ല, ചത്ത് കളയാനായിട്ട് പറഞ്ഞു. ആത്മഹത്യ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. മാനസിക നില തെറ്റിയതുകൊണ്ടാകാം. അങ്ങനെയൊക്കെ സംഭവിച്ചു. എന്നാൽ ഇയ്യോബ് അവിടെയൊന്നും പാപം ചെയ്യാതെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഏകദേശം ബൈബിൾ പണ്ഡിതന്മാരുടെ ഒരു രീതിയൊക്കെ വെച്ചിട്ട് അന്ന് ആയുസ് ഈ 120 പരിമിതപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് ഇതൊക്കെ ഈ കഷ്ടം സംഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 70 വയസ്സ് പ്രായമുണ്ടായിരിക്കുമെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. വീണ്ടും അദ്ദേഹം 140 വയസ്സ് വരെ ജീവിച്ചു. ഈ കഷ്ടകാലം എത്ര സമയം വരെ ഉണ്ടായിരുന്നെന്ന് നമുക്കറിയില്ല. ബൈബിൾ തരുന്ന സൂചനകൾ അനുസരിച്ച് മാസങ്ങൾ, വർഷങ്ങൾ, ഒരു വർഷത്തിലധികമൊക്കെ നീണ്ടു നിന്നിരിക്കാം. അത് കഠിനമായ ഒരു ശോധനയായിരുന്നു. എന്നാൽ ഇത് ദൈവം പിശാചിനെ അനുവദിക്കുന്ന ഒരു ശോധന കൂടിയായിരുന്നു. പിശാച് ദൈവത്തെ വെല്ലുവിളിച്ചപ്പോൾ തൻ്റെ ദാസനെ തനിക്ക് നന്മ കൊടുക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ ദാസൻ ഇയ്യോബ് തന്നെ തള്ളി പറയുകയില്ല എന്ന് ദൈവത്തിന് ഇയ്യോബിൽ ഉണ്ടായിരുന്ന വിശ്വാസ നിമിത്തം ഇയ്യോബിനെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അവിടെയൊന്നും ഇയ്യോബ് പാപം ചെയ്യാതെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ജീവിതം എങ്ങനെയാണ്? എൻ്റെ ജീവിതം എങ്ങനെയാണ്? ഒരു പനി വരുമ്പോൾ, ഒരു ചെറിയ കഷ്ടകാലം വരുമ്പോൾ, ഒരു നഷ്ടം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ഞെരുക്കം നേരിടുമ്പോൾ, ഒരു കടബാധ്യത വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ എന്താണ് നമ്മുടെ മനോഭാവം? നാം ദൈവത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമ്മുടെ ആ മനസ്സിനുള്ളിലല്ല ഉള്ളതെല്ലാം പുറത്തേക്ക് വരും. ഒരു ചെറിയ കഷ്ടത വരുമ്പോൾ ദൈവത്തോട് പറയും, നീ എന്താണ് കാണിച്ചത്? ഞാൻ നിന്നല്ലേ വിളിക്കുന്നത്, ഞാൻ നിന്നോടല്ലേ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തെല്ലാം വെല്ലുവിളികളായിരിക്കും നടക്കുന്നത്. എന്നാൽ നൊടി നേരത്തേക്കുള്ള ഈ കഷ്ടം ഈ ലോകത്ത് മാത്രമല്ല, വരും ലോകത്തും നമുക്ക് അനവധി അത്യന്തം തേജസ്സിന്റെ മഹിമയുണ്ടാക്കുവാൻ തക്കവണ്ണം കാരണമാകുന്ന ഒന്നാണ്. കഷ്ടകാലത്തിന് ശേഷം ദൈവം തന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രയോജനകരമായത് ചെയ്യും. നീ ദൈവത്തെ വെല്ലുവിളിക്കുന്നതുകൊണ്ടോ, ദൈവത്തെ അവമാനിക്കുന്നതുകൊണ്ടോ, ദൈവത്തെ നിന്ദിക്കുന്നതുകൊണ്ടോ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് എൻ്റെ സ്ഥിതി ദൈവം മാറ്റും. എന്തിനാണ് ഇയ്യോബിന്റെ പുസ്തകം ദൈവം നമുക്ക് രേഖയാക്കി നൽകിയിരിക്കുന്നത്? ഇയ്യോബിന്റെ കഷ്ടകാലം കഴിഞ്ഞതിന് ശേഷം ദൈവം എന്താണ് ചെയ്തത്? അവന് ഇരട്ടിയായിട്ട് ദൈവം കൊടുത്തു.
മക്കളെ മാത്രം ഇരട്ടിയായിട്ട് കൊടുത്തില്ല. 7 ആൺമക്കളെ കൊടുത്തു, 3 പെൺമക്കളെ കൊടുത്തു. ഏറ്റവും സൗന്ദര്യമുള്ള 3 മക്കളെ കൊടുത്തു, 3 പെൺമക്കളെ, 7 മക്കളെ കൊടുത്തു. ഇയ്യോബ് വീണ്ടും അവിടെ തനിക്കുണ്ടായിരുന്ന പ്രതിഫലമെല്ലാം ഇരട്ടിയായി. എത്രത്തോളം താൻ സമ്പന്നനായിരുന്നോ അതിന്റെ ഇരട്ടിയായിട്ട് താൻ അവിടെ ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. തന്നെയല്ല, അവന് വീണ്ടും 140 വർഷം കൂടി അവൻ ജീവിച്ചിരുന്നു. 4 തലമുറകളെ അവൻ കണ്ടു. ഇതൊക്കെ കണ്ടതിന് ശേഷം അനേകരും പ്രായം ചെന്ന് മരിക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാറുണ്ട്. കാരണം അവസാനമാകുമ്പോഴേക്കും ഒരു സ്വബോധമില്ലാതെ എന്താണ് ചെയ്യുന്നത്, എന്താണ് കാണിക്കുന്നതെന്ന ഒരു തിരിച്ചറിവില്ലാതെ മരിച്ചു പോകുന്ന ആളുകളുണ്ട്. ആ ഒരു മരണമായിരുന്നില്ല. സ്വബോധത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായിട്ട് മരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ദൈവം നമുക്കൊരു ആയുസ്സ് തന്നിട്ടുണ്ട്. അതിനു മുമ്പ് നാം അനുഭവിച്ചു പോകുന്ന ചെറിയ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അത് അനുവദിക്കുന്നത്. പിശാചിന് മുമ്പാകെ ദൈവം ചിലപ്പോൾ നമ്മളെ ഒരു ആയുധമായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ടാകും. ഒരു കരുവായിട്ട്, ഒരു ആയുധമായിട്ട് ദൈവം നമ്മളെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. നാം ദൈവത്തോട് പെരുവിറക്കല്ലേ, മത്സരിക്കല്ലേ, കാരണം ഇത് കഴിഞ്ഞ് നാം പുറത്തു വരും. പിശാച് ലജ്ജിച്ചു പോകും. അവിടെ ഇയ്യോബിനെ വെല്ലുവിളിച്ച് ദൈവത്തിന്റെ അടുക്കൽ ചെന്ന പിശാചിന് പിന്നെ വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി, അവന് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അതെ, നമ്മുടെ ജീവിതത്തിൽ ചെറിയ കഷ്ടങ്ങൾ വരുമ്പോൾ നാം നിരാശപ്പെട്ടു പോകല്ലേ, വേവലാതിപ്പെട്ടു പോകല്ലേ, നാം ദൈവത്തോട് വെല്ലുവിളിച്ച് ദൈവത്തെ അവമാനിക്കുന്ന രീതിയിൽ സംസാരിക്കല്ലേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ നമുക്കുള്ളതൊക്കെയും ദൈവം ഇരട്ടിയായിട്ട് തരും. തന്നെയല്ല, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തന്നെ ഞെരുക്കിയവർ, തന്നെ ദുഃഖിപ്പിച്ചവർ, തന്നെ കഷ്ടപ്പെടുത്തിയവർ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി അവൻ ഇരട്ടിയായിട്ട് കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ കർത്താവ് അറിയാതെ ആയിരിക്കുന്നില്ല. നാം ആയിരിക്കുന്ന സാഹചര്യം അവൻ അറിയുന്നുണ്ട്. നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. ആ ദൈവത്തെ പൂർണ്ണമായിട്ട് മുറുകെ പിടിക്കാം. ദീർഘായുസോടെ ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആയുസ്സ് നൽകട്ടെ. നല്ല ആരോഗ്യമുള്ള ശരീരം തരട്ടെ. സ്വബോധത്തോടെ ജീവിക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. എന്നാൽ ഈ വചനങ്ങളാൽ അതൊരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഞങ്ങളെ കൽപ്പിച്ച നല്ല തിരുവെഴുത്തുകൾക്കായിട്ട് സ്തോത്രം. ദൈവമേ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ജീവനായിട്ട് തീരുവാൻ ഇയ്യോബിന്റെ സഹിഷ്ണുത നീ അറിയുന്നു. ദൈവം അവന് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു എന്ന് ഞങ്ങൾ പുതിയ നിയമത്തിൽ വായിക്കുന്നു. അതേ കർത്താവേ, ഇയ്യോബ് സഹിഷ്ണുതയോടെ നിന്നു. അതിനുശേഷം ദൈവം അവന് വരുത്തിയ അവസാനം എന്ന് പറയുന്നത് 4 തലമുറകളെ കാണുവാൻ, അവന് നഷ്ടപ്പെട്ടു പോയതല്ല ഇരട്ടിയായിട്ട് കൊടുക്കുവാൻ ദൈവം എന്നെ അവനെ അനുഗ്രഹിച്ചായിട്ട് ഞങ്ങൾ വായിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ, വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരാൻ പോകുന്നതിനായിട്ട് സ്തോത്രം കർത്താവ്. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു കർത്താവ്. ഇന്ന് ഈ കർത്താവെ ചാനൽ കണ്ട ഓരോ വ്യക്തികൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതാണാകട്ടെ, പെണ്ണാകട്ടെ, വൃദ്ധനാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, ആര് തന്നെ ആയിരുന്നാലും ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടുകയും ദൈവവചനത്തിലേക്ക് അവരുടെ ഹൃദയം കർത്താവ് സ്ഥിരപ്പെടുത്തുകയും അവർ നിരാശപ്പെട്ടു പോകാതെ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ അങ്ങയുടെ പ്രത്യേകമായ കൃപ ചൊരിയണമേ കർത്താവെ. അങ്ങയുടെ നാമം അവരുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടണമേ കർത്താവ്. അവരുടെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ. അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് തന്നെ, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.